ഹായ്, ഇന്ന് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അക്ഷയക്കാണ്. അക്ഷയയിൽ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഡോക്യുമെൻറ്റ്സ് ഒന്ന് റെഡിയാക്കാനും കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഷേക്ക് കുടിച്ചു കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സ്പെഷ്യൽ കോളിഫ്ലവർ റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ വെജിറ്റബിൾസ് മേടിച്ചു. അതിനുള്ള ആവശ്യമുള്ള കോളിഫ്ലവറൊക്കെ മേടിച്ചു. എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞ് നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇതാ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കോളിഫ്ലവർ. അതിൻ്റെ ഇടയിൽ ഞങ്ങളിതാ സവോള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്ത് ഇതേപോലെ ഈ ചെറിയ സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ജാറിലോട്ട് ഈ ഒരു ഫോമിൽ അരച്ചെടുത്താൽ മതി. പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിതാ യോഗട്ട് കഴിക്കുന്നിട്ട് മാംഗോ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ നമ്മൾ സവോള പാനിലോട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിന്നായിട്ട് അരിഞ്ഞ് വെച്ച കാരണം ഒരു 10 മിനിറ്റും വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ബ്രൗണിഷ് കളറായി കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തിന്നായിട്ട് അരിഞ്ഞ കാരണം നമുക്ക് ഈ ഒരു സവോള, അതായത് സവോള ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പണിയാട്ടോ. അത് ബ്രൗണിഷ് കളർ ആവുന്നവരെ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ എളുപ്പപ്പണി വേണ്ടവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു പരിപാടി. എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി ജാറിലേക്ക് അരച്ച ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണെങ്കിലും പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടും. കാരണം നല്ല സൈസ് കുറച്ചിട്ടാണ് അരച്ചെടുത്തേക്കണേ. അപ്പോൾ അതും പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ചുവന്നുള്ളിയും സവോളയും കൂടി ഇതേപോലെ അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒരു സ്പൂൺ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടി കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനല്ല, അതൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പം അതും ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഇടുന്നതാണ് ചാട്ട് മസാല. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചാട്ട് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക മധുരിപ്പും എരിവും കൂടി വരുമല്ലോ. അപ്പോൾ ആ ഒരു മധുരിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നത്. അതുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് കോളിഫ്ലവറിന് കഴിക്കുമ്പം. കോളിഫ്ലവർ റോസ്റ്റാണ് ഇപ്പോൾ ഉദ്ദേശിക്കണത്. നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റോസ്റ്റാണ്. ലാസ്റ്റ് അതെന്തായി വരുമെന്ന് അറിയില്ല. എന്നാലും പക്ഷേ കഴിക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിൽ തന്നെയാണ് നമുക്കത് കഴിക്കാൻ പറ്റുക. എന്നിട്ട് നമ്മൾ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഈ 2 മസാലപ്പൊടികളിൽ ചിക്കൻ മസാല ഓപ്ഷണലാണ് കേട്ടോ. കുരുമുളക് പൊടി പിന്നെ എല്ലാം ഒരു ബാലൻസിന് വേണ്ടി, എരിവിനും എല്ലാത്തിനും ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഇടിപ്പിച്ചതാണ് കുരുമുളക് പൊടി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് ഗ്രേവി വേണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം വറ്റിയെടുക്കാന്ന് വെച്ചാൽ ഒരു റോസ്റ്റ് അല്ല, ഗ്രേവിയും അല്ലാത്തൊരു ഫോമിൽ ആ ലെവലിൽ നോക്കി വറ്റിച്ചെടുത്താൽ മതി. അപ്പം കുക്കതാ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ആ ഗ്രേവി ഫോം കണ്ടില്ലേ, ആ ഒരു ഫോമിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ഇട്ടിട്ട് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഫ്ലേവറും ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം സോക്ക് ചെയ്ത് വരണം അതിൻ്റെ ഒപ്പം. അതിന് വേണ്ടിയിട്ടാണ് ഈ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം പൊറോട്ടയോ ചോറോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും